ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. 2 ദിവസമായാലും നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത്. നമ്മൾ എന്തായാലും ഒലിവയുടെ വിഷയമൊന്നും വിട്ടിട്ടില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പുറകെ വരുമായിരിക്കും. അത് വരുന്നതനുസരിച്ച് ഞാനും നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ലാണ്ട് ഒലിവിയക്കാരെ പേടിച്ചിരുന്നല്ല. ഇപ്പോൾ തൽക്കാലം അവർ ഒതുങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഒലിവിയെക്കുറിച്ച് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒലിവിയയിലെ സിബിയും അച്ചുവും കൂടി നമ്മുടെ ഷഫീന താത്തയ്ക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ വീട് അതിക്രമിച്ച് കയറുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ 23 കുട്ടികൾ ചേർന്നിട്ട് ആ അടൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ആ കുട്ടികളെ രാവിലെ മുതൽ ഉച്ചവരെ അവിടെ പിടിച്ചിരുത്തിയ പോലീസുകാർ ആ കംപ്ലൈൻറ്റ് എന്താണ് എന്ന് പോലും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഒലിവിയയിലെ സിബിയും അച്ചുവും കൊണ്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അടുത്ത മൊമെൻറ്റിൽ ഷഫീന താത്തയ്ക്ക് കോൾ വരികയാണ് ആ കംപ്ലൈൻറ്റ് അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും, എത്രമാത്രം സ്വാധീനം അവർക്കുണ്ടെന്നുള്ളത്. എന്തുകൊണ്ട് ഈ കുട്ടികളുടെ കേസ് എടുത്തില്ല എന്നും ഇപ്പോൾ ഇവർ കൊണ്ടുകൊടുത്തൊരു കേസ് എടുക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ വിവരങ്ങളൊക്കെ പുറകെ വരും. ഞാൻ ഇന്ന് വന്നത് അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല. ഒരാളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്ത് ഗ്രോ ചെയ്ത് ഒരു ലെവലിലെത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ലാതെ ഇത് മാത്രമാണ് വരുമാനം എന്ന് പറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അയാൾക്കൊരു ഫാമിലി കൂടി ഉണ്ടെങ്കിലോ, അതിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കഷ്ടപ്പാടാണ് ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫാമിലി ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ ഉള്ളൊരു ഫാമിലിയാണ്. ടിക്ടോക്ക് മുതൽ ഈ പയ്യനെ എനിക്കറിയാം. അയാളുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ സമയത്താണ് ടിക്ടോക്ക് ഞാൻ കുറച്ചധികം സജീവമാകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആളുടെ വീഡിയോസ് കാണാറുണ്ട്. ആൾ റൈഡറും കൂടിയാണ്, ചെറിയൊരു റൈഡറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ രസകരമായിട്ട് തോന്നാറുണ്ട് ആ സമയത്ത്. അതിനുശേഷം യൂട്യൂബിൽ വന്നതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അറിയുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി. അതിന് കാരണം ഈ റമ്മി പ്ലാറ്റ്ഫോംസിനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന ഡ്രീം ലവർ 280 എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ആ പയ്യൻ്റെ പേര് അനു എന്നാണെന്ന് തോന്നുന്നു, വൈഫ്, പിന്നെ 2 കുട്ടികളുണ്ട്. അനുവിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് അനു പറയുന്ന ഒരു കാര്യം, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി, അതിനുശേഷം പുതിയ ചാനൽ അല്ലെങ്കിൽ ഇവരുടെ പഴയൊരു ചാനൽ അവർ പൊടിതട്ടിയെടുത്ത് അതിനകത്താണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സംഭവം, എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഒരിക്കലും അനു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അനു ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്തത്. എന്തായാലും നമുക്ക് അനു പറയാനുള്ള കാര്യം ഒന്ന് കേട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഒന്ന് സംസാരിക്കാം. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ കുറെ ദിവസമായിട്ട് ഇങ്ങനെ കുറച്ച് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പലരും കാണുന്നത് കേട്ടോ, മീൻസ് ആ ഒരു സിറ്റുവേഷന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ എന്താ പറയുക, കുറച്ച് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി വന്നു. നമ്മുടെ ആ ഒരു കഴിഞ്ഞ റീസെന്റ് കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ എന്തായിരുന്നു കാര്യങ്ങളൊക്കെ എന്നുള്ളത് പറയാനുള്ളൊരു വീഡിയോ ഞാൻ കുറെ കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴെന്തോ അത് പറയണമെന്ന് തോന്നി. പിന്നെ കാരണം കുറെ പേർക്ക് സംഭവം എന്തൊക്കെയാന്നുള്ളതൊന്നും അറിയില്ല. കാരണം നമ്മുടെ മെയിൻ ചാനൽ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. പിന്നെ എന്റെ ഈ ഒരു ടോക്ക് എപ്പോഴും അറിയാലോ, കുറച്ച് ലാഗായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും എന്റെ ഒരു രീതി അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ആയിപ്പോകുന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറയുന്നതല്ല. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു കാര്യത്തിലോട്ട് വരാം. അപ്പം പിന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കാരണം ആക്റ്റീവ് അല്ലാതെ ഇവിടെ കിടന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് നമ്മുടെ മെയിൻ ചാനലിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 3 മാസമാവുന്നു. അപ്പോൾ ഒരു 3 മാസത്തേക്കുള്ള ടെർമിനേഷനാണ് അവർ പറഞ്ഞിരുന്നത്. അത് പക്ഷേ പെർമനന്റ് ആണോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. നമ്മളിതുവരെ ചാറ്റൊന്നും ചെയ്തിട്ടൊന്നും റിപ്ലൈ ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ അതെന്താന്നുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഞാൻ ആദ്യം പറയാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കാരണം നമ്മുടെ ഇപ്പോൾ ചാനലിൻ്റെ ഒരു വളർച്ചയായാലും അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതായാലും എല്ലാത്തിനും ഒരു കാരണം ഞാൻ തന്നെയാണ്. കാരണം ഞാനാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ വേറെ ഒന്നുമല്ല, കാരണം കുറച്ച്
ഇപ്പം യൂട്യൂബിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്നും അപ്ഡേറ്റ്സ് ചെയ്യാറില്ല, നോക്കി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ശ്രദ്ധക്കുറവാണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം. മുമ്പ് ഗാംബ്ലിംഗ് പ്രൊമോഷൻ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ യൂട്യൂബിലോട്ട് ഒരുപാട് പേര് വരുന്നത് കൊണ്ട് തന്നെ പുതിയ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ മെയിൻലി യൂട്യൂബേഴ്സിന് അവർ കൂടുതൽ സപ്പോർട്ട് വളരെ കുറവാണ്. കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് യൂട്യൂബിന്റെ. കാരണം അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇതിൽ. കാരണം നമ്മുടെ ലോക്ക്ഡൌൺ സമയത്തിന് ശേഷം ഈ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഇപ്പൊ തന്നെ കൊച്ചു ചാനലായിട്ട് വളർന്ന വലിയ ചാനലുകളൊക്കെ ഒരുപാട് പേരുണ്ട് ഇതിൽ, വ്യൂവേഴ്സ് ആയിട്ടാലും യൂട്യൂബേഴ്സ് ആയിട്ടാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആരെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. മുമ്പാണെങ്കിൽ ഒരു സപ്പോർട്ട് തരുമായിരുന്നു, കാരണം ഒരുപാട് പേര് യൂട്യൂബിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ റമ്മിയുടെയൊക്കെ അങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ ഷവർ പോലെ എടുത്ത് ചെയ്യുമായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അതിൽ നിന്ന് കൂടെ ഒരു ഇൻകം കൊണ്ടാണ് പിന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. കാരണം പിന്നെ ഇതിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ അതിലും ഒരു ഫിനാൻഷ്യൽ റിസ്ക് കൊടുത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർത്തിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനെ ബാധിക്കുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. കാരണം ഡെയിലി വീഡിയോ ഇടുക, വീഡിയോ അവർ നമുക്ക് അയച്ചു തരും. ആ വീഡിയോ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, അവരെ തന്നെ വ്യൂവേഴ്സ് വന്ന് കാണും. പക്ഷെ മൂന്നാമത്തെ മെയിലിൽ എനിക്കത് പെർമനന്റ് റിമൂവ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. അപ്പൊ ഇവിടെ അനു പറയുന്ന ഒരു കാര്യം, 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. നമ്മളിവിടെ ഒരു 1000 പേര് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ 3.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം അതായിരുന്നു. അതോടൊപ്പം അത് മാത്രം മതിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇവർ ഈ റമ്മി സർക്കിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഡിയോ എടുത്ത് അവരുടെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് യൂട്യൂബിൻ്റെ ഈ പറയുന്ന നിയമാവലിക്ക് എതിരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് ആദ്യത്തെ വാണിംഗ് കൊടുത്തു, രണ്ടാമത്തെ വാണിംഗ് കൊടുത്തു, മൂന്നാമത്തെ വാണിംഗ് കഴിഞ്ഞിട്ട് ചാനൽ അടിച്ചു കളഞ്ഞു. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വരുത്തി വെച്ചത് വലിയൊരു നഷ്ടം. ഇപ്പോൾ അടുത്ത ചാനലിൽ ഒരു വീഡിയോ ഇട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ സംസാരിക്കാവുന്ന വിഷയം ഇതൊന്നുമല്ല. ആ വിഷയത്തിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ബാക്കിയോട് കേൾക്കാം. അപ്പൊ അവർ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ആ ഒരു വിഷമത്തിൽ അവർക്കൊരു ചെറിയ എന്തെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ വണ്ടിയുടെ ഇതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അത്യാവശ്യം 3 വർഷം വരെ ഫിനാൻസിങ് അടച്ചുകൊണ്ടിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ ഫിനാൻസ് പിന്നെ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ആൾറെഡി ചിലരുടെ ഗോൾഡ് എല്ലാം നമ്മൾ അന്ന് സ്ഥലമാറ്റ സമയത്ത് കൊടുത്തതാണ്. അപ്പൊ കൊടുത്ത് എല്ലാം നമ്മൾ വേറെ പിന്നെ ഗോൾഡൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ മാലയും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കമ്മലൊക്കെ അന്ന് കൊടുത്തു. ഇപ്പൊ ഈ ചെറിയ ഡോട്ട് കമ്മലാണുള്ളത്. പിന്നെ കുട്ടീസിന്റെ ഒന്നും കൊടുത്തില്ല. അന്ന് കൊടുത്ത സമയത്ത് നമ്മളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കൊടുത്തിട്ടാണ് സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ഒരു മാലയും ഒരു സിനിമയിലൊരു അങ്ങനെ കുറച്ച് സാധനം ഞങ്ങൾ റവന്യൂ ഒക്കെ വന്ന സമയത്ത് കുറച്ച് പ്രൊമോഷൻ ഒക്കെ വന്ന സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഫിനാൻസിന്റെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചിഹ്നമായിട്ടാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ വെച്ച് ഫിനാൻസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിപ്പിക്കുന്നത്. അതാണ് വേറെ കാര്യം. ഞാൻ കൊടുക്കാൻ പലതവണ പറഞ്ഞപ്പോഴും പിന്നെ ചിഹ്നത്തിന്റെ ഒരു പിടിവാശിയിലാണ് അങ്ങനെ ഞാൻ മാക്സിമം പിടിച്ച് നടത്തിയത്. വേറെ നല്ല എന്തെങ്കിലും നമുക്ക് നല്ല ഒരു ഇൻകം ഒക്കെ വരുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്താൽ മതിയല്ലോ, വണ്ടി പോകില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെയും ഒരു ഇതൊരു അനുഭവമാക്കി എടുക്കുക. നിങ്ങൾക്ക് മാറാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ അനുഭവം നിങ്ങൾക്ക് യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴുണ്ട് പിന്നെ ഇതൊക്കെ അതങ്ങനെ ഗോൾഡ് ഉള്ളതെല്ലാം കൂടെ വെച്ച് ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് ആണ് ഗോൾഡ് ആയത്. പിന്നെ വയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല അതെല്ലാം ഞാൻ വാങ്ങിയതാണ് കേട്ടോ, അല്ലാതെ പിന്നെ വേറെ കിട്ടിയ ചിന്നൊക്കെ കൊടുത്തതൊക്കെ അവർ കിട്ടിയിട്ട് കൊടുത്തേക്കാണ് നമ്മൾ കൊടുത്തത്. പിന്നെ എന്റെ കൂടെയൊക്കെയാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് പിന്നെ ഇത് കുറച്ച് ഫിനാൻസ് ഒക്കെ ടൈറ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാം ഒന്നിച്ചാണ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും ഏകദേശം ആ ഒരു കടം. പിന്നെ എന്താ വെച്ചാൽ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നമുക്ക് ഓട്ടം വളരെ കുറവാണ്. പിന്നെ ചിന്നിന്റെ അവിടെ പോകുമ്പോഴാണ് ഇത്രയോ അങ്ങ് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമാണ് നമുക്ക് വണ്ടികളുള്ള റിവ്യൂസ് എന്ന് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഏകദേശം ഇപ്പൊ 3 വർഷത്തിൽ 2 വർഷം മാത്രമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതിനിടയ്ക്ക് ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള 2 വർഷം, അതായത് നമ്മുടെ 2 പാവാള വരുന്ന ആ ഒരു ടൈമിലാണ് വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഓടിയത്. അല്ലാത്ത സമയം വണ്ടി ഇവിടെ വെറുതെ കിടക്കുവാണ്. പിന്നെ ടാറ്റയ്ക്ക് അറിയില്ല, മൈലേജ് വളരെ കുറവാണ്. മൈലേജ് നോക്കിയാലും ടാറ്റ വണ്ടികൾ എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ വണ്ടിയുടെ ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം 18,000 രൂപയാണ് വണ്ടിയുടെ ഫിനാൻസ് വരുന്നത്. പിന്നെ അപ്പൊ അതിനകത്ത് പിന്നെ ഫിനാൻസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തി ഫിനാൻസ് അടയ്ക്കും. 18,000 ഫിനാൻസ് അടച്ചിട്ട് ഈ വണ്ടി നമുക്ക് പുറത്തിറങ്ങി പെട്രോൾ ഇല്ല. അപ്പൊ അതിന് എത്ര രൂപ ആലോചിച്ച് അതിനെ പലപ്പോഴും പഠിക്കും. പിന്നെ അപ്പൊ നമുക്കൊരു 30,000 രൂപയ്ക്കാണ് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ 18,000 രൂപ, ഒരു 30,000 ഫിഗർ പറയാം. 30,000 പോലും ചില മാസം കിട്ടാറില്ല. മുമ്പ് കിട്ടിയ സമയത്തൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്തത്. അത് എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കണമെന്നില്ലല്ലോ. ഇവിടെ പറയുന്നുണ്ട് മാസം 30,000 രൂപ വരെ
യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് വണ്ടി എടുത്തതും അല്ലെങ്കിൽ വണ്ടിയുടെ EMI അടച്ചു പോകുന്നതും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇന്നത്തെ കാലത്ത് 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ യൂട്യൂബിലെ ഇൻകം വെച്ചിട്ട് ഈ ഒരു ഫാമിലി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 30,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനും നമ്മുടെയൊക്കെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ പുറമേ കാണുന്നവർക്ക് ഭയങ്കര സംഭവമായിരിക്കും. ഇവനൊരു വലിയ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. ഇവിടെ ഇതൊരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 2 മക്കളടങ്ങുന്ന ഒരു ഫാമിലി. 30,000 രൂപ ഒന്നിനും തികയില്ല എന്നാ ചോദിക്കും. അതിലും ജീവിക്കുന്ന ആൾക്കാരില്ലേ ചോദിക്കും. ഉണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ ചെലവുകളായിക്കോട്ടെ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി വരും. അപ്പോഴാണ് 18,000 രൂപയുടെ EMI നിൽക്കുന്നത്. ഇവിടെ അനു തന്നെ പറയുന്നുണ്ട് 18,000 രൂപയാണ് മാസം EMI. അത് കഴിഞ്ഞിട്ട് പിന്നെ 12,000 രൂപയാണ് ബാക്കിയുള്ളത്. അതിൽ 2,000 രൂപ പെട്രോളും അതും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ 10,000 രൂപ. ആ 10,000 രൂപയിൽ വേണം ഒരു മാസം തള്ളി നീക്കാനായിട്ട്. ഞാൻ പറഞ്ഞ വാക്കുകളല്ല, അനു പറഞ്ഞതാണ്. ഇനി അനു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് 2-3 തവണ വാങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യണ്ട, പക്ഷെ നമ്മുടെ കയ്യിലെ ചിന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പൈസക്ക് പൈസ തന്നെ വേണ്ട. ഈ പൈസയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി 2 കളിപ്പിലൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടിനായിട്ട് നമുക്കിപ്പോൾ വീഡിയോയിൽ ഒരു ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് ബാക്ക് സപ്പോർട്ട് ഇട്ടാൽ മതി. അങ്ങനെയൊന്നുമില്ല. നമുക്കൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുക, ഓരോ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ നമുക്കൊന്നുമില്ല എന്നല്ല. എങ്കിൽ പോലും പറയുമ്പോൾ ഇതിനൊരു ഫണ്ട് വേണ്ടേ. നമുക്ക് നമ്മുടെ കയ്യിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും. ഒരാൾ കിടന്ന് പിന്നെ ഇതെല്ലാത്തിനും കൂടെ കിടന്ന് ഓടുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ചിലത് പറഞ്ഞത് ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു മാസം ഒരു $50 കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ മാസം $100 8,000 രൂപയായി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും പറ്റില്ല. അഭിപ്രായം പറയാനൊക്കെ എല്ലാവരും കൊണ്ടും പറ്റും. പക്ഷെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്യാനാണ് എല്ലാവർക്കും പാട്. ഇതാണ് എനിക്ക് ഡൈജസ്റ്റ് ആവാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അതൊരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയാണ്, അധികം പ്രായമുള്ളൊരു കുട്ടിയല്ല. ഈ പ്രായത്തിൽ തന്നെ 2 കുട്ടികളുണ്ട്, 2 മക്കളുണ്ട്. ഈ പ്രായത്തിൽ തന്നെ 2 മക്കളുണ്ട്. അപ്പോൾ ആ വീട്ടിലെ ഫുൾ കാര്യങ്ങൾ ആ കുട്ടിയായിരിക്കും നോക്കുന്നത്. ഒപ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. മക്കളുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാവുമായിരിക്കും. ഒരു കാരണവശാലും അനു ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലായിരുന്നു. അനുവിന്റെ 2 കുട്ടികളെയാണ് ആ സ്ത്രീ വളർത്തിയെടുക്കുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ഈ കൂടെ നിൽക്കുന്നതിനാണ് സപ്പോർട്ട്, അല്ലെന്ന് പറയാൻ പറ്റുമോ? തകർന്നു പോയപ്പോൾ ഇട്ടിട്ട് പോയിരുന്നെങ്കിലോ? എത്രയോ ഫാമിലി അങ്ങനെ സംഭവിക്കുന്നു. ഒരു തകർച്ച വരുമ്പോൾ നീ പോടാന്ന് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോയി എത്രയോ ഫാമിലി, എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷേ ഈ കുട്ടി ഇപ്പോഴും അനുവിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് അനുവിനോടുള്ള വിശ്വാസവും ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്നുള്ള ഒരു കോൺഫിഡൻസുമാണ്. അങ്ങനെയുള്ളൊരു കുട്ടീനെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരിക്കലും ഇത് പറയാൻ പാടില്ലായിരുന്നു. അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം 2 കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുവിന് വീഡിയോ ഇടാൻ വേണ്ടി സഹായിക്കണം, ഇടയ്ക്ക് വീഡിയോ ഇട്ടു സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് പറ്റില്ലായിരിക്കും. കഴിയാത്തത് കൊണ്ടായിരിക്കും. ആരും മനഃപൂർവ്വം അല്ല ചെയ്യാതിരിക്കുന്നത്. ഒരു പക്ഷെ അവർക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല അനു പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം, വീട്ടിലെ കാര്യം, ഇതെല്ലാം നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്, അതൊന്നൊക്കെ കേൾക്കാം. ചിന്നുവിന്റെ എഡിറ്റിംഗ് ആയാലും പിന്നെ വീഡിയോ എടുക്കാനായാലും കാര്യങ്ങളെല്ലാം ഇപ്പം പൊന്നു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കമന്റ് ഇട്ടപ്പോഴും അവരെല്ലാം പറഞ്ഞു ഇത് ചിന്നു ഇതിനെ കണ്ട് പഠിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ ഒരു ബിഗിനിങ് പീരീഡിൽ പൊന്നുവിനെ പോലെ ഒന്ന് സംസാരിക്കാൻ വലിയ പേടിയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും അതുപോലെ ഒരു ഷോപ്പിന്റെ വീഡിയോ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മലാണ് ചെയ്യാനൊക്കെ. കാരണം നമ്മൾ പിന്നെ അല്ലാതെ ചെയ്യാറുണ്ട് എങ്കിലും ആ ഒരു ഇതിലോട്ടൊക്കെ എത്തിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ്. ഒരു ബിഗിനിങ് പീരീഡിൽ അവിടെ ചെയ്ത് നമ്മൾ താല്പര്യമായിട്ട് ചെയ്തത് എന്തായാലും നമ്മുടെ ഒരു ചാനലിൽ വലുതായിട്ട് വരാനുള്ളൊരു നല്ലൊരു മാർഗ്ഗമുണ്ട്. അതിന് എനിക്കൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. കാരണം നാളെ നമ്മൾ എൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെയൊക്കെ അവിടെ വലിയ ചാനലാകുമ്പോൾ നമ്മൾ ചോദിക്കില്ല നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഉണ്ടായില്ലല്ലോ എന്നുണ്ടായി. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം, അതുകൊണ്ടൊന്നുമല്ല ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു പിന്നെ ഗ്രോത്ത് ആ ഒരു ചാനലിലുണ്ട്. അത് അവളുടെ ഒരു കഴിവ് തന്നെയാണ്. എന്താണ് ചിന്നു ആ ഒരു ഒറ്റയ്ക്കൊക്കെ ചിന്നു കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യാനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കമ്പാരിസൺ, സ്വന്തം ഭാര്യയെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുക. ഈ കുട്ടികളെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നുണ്ടാവും, ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടും അല്ലെങ്കിൽ ഞാനിങ്ങനെ കൂടെ നിന്നിട്ടും എന്നെക്കുറിച്ച് കുറ്റങ്ങളാണല്ലോ പറയുന്നത്. ചെയ്യാൻ പാടില്ല. തെറ്റ് തന്നെയാണ്. ഒരുപക്ഷെ അനുവിനെ അറിയാത്തതിന്റെ പേര് ചെയ്തതായിരിക്കാം. ഇപ്പോഴും ഞാൻ നേരത്തെ പറയുന്ന കാര്യം വീണ്ടും പറയുന്നു, ഇപ്പോഴും ഈ കുട്ടി കൂടെ നിൽക്കുന്നില്ലേ, ഈ വീഡിയോയിൽ കൂടെ വന്ന് നിൽക്കുന്നില്ലേ, അതാണ് സപ്പോർട്ട്. അതിനെ അംഗീകരിക്കുക. തന്റെ കുട്ടികളുടെ കാര്യമാണ് ആ കുട്ടി നോക്കുന്നത്. ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ വേറെ പിന്നെ മിക്ക ആൾക്കാർക്കുള്ളതാണ് അതിൻ്റെതായ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ഉള്ളതാണ്, ചിലർക്ക് അറിയാതിരിക്കും അതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അത് കുറച്ച് ഈ ഒരു 1 ഇയറിനകത്ത് കുറച്ച് ഓവറായിപ്പോയി. അപ്പോൾ അത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വരുമ്പം ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുള്ള ഇതാണ്. അത് കുറച്ച് ഓവറായി. പിന്നെ എനിക്ക് പിന്നെ എന്താ പറയുക, പിന്നെ അഡിക്ഷൻ ആവാനുള്ളൊരു ലെവലിലോട്ട് പോയില്ലെങ്കിൽ പോലും നമ്മുടെ ജോലിയെ ബാധിച്ചു തുടങ്ങി. മീൻസ് ഈ ഒരു പ്രൊഫഷനെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ
നമ്മുടെ ചാനലിനെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ടൊക്കെ സമയം കളഞ്ഞു. തോന്നിയ സമയത്തൊക്കെ വീഡിയോ എടുക്കുന്നത്, ഇടുന്നത്, എഡിറ്റ് ചെയ്യില്ല. പിന്നെ അങ്ങനെ പറയുന്നത് വന്നപ്പോഴേക്കും ചാനലിനെ അതൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം നമ്മുടെ ജോലിയെയോ നമ്മുടെ ലൈഫിനെയോ നമ്മുടെ ഫാമിലിയെയോ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട്, ഓവറായി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പോൾ വെച്ച് നിർത്തുക. പക്ഷേ ഞാൻ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനത് നിർത്തിയില്ല. ഞാൻ ശരി എന്തോ വരട്ടെ, എല്ലാം വെച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴുണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും എല്ലാം ഒന്ന് വെച്ച് നിർത്തി എല്ലാത്തിലും ഒന്ന് ഫ്രഷ് ആയിട്ട് അവരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുമ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പോൾ അനുവിടെ പറയുന്നുണ്ട് അനുവിന് ബാഡ് ഹാബിറ്റ്, അതൊരു പക്ഷേ മദ്യപാനമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അത് ഇത്രയും തകർച്ചയിൽ പോയിട്ടും നിർത്താൻ തയ്യാറായില്ലായിരുന്നു ആ സമയത്ത്. വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പലർക്കും തിരിച്ചറിവുണ്ടാകുന്നത്. ഇപ്പോൾ ഈ തിരിച്ചറിവ് അനുവിന് സംഭവിച്ചപ്പോൾ ഒരുപാട് ലേറ്റായി പോയി എന്നാണ് അനു പറയുന്നത്. ഇവരെടുത്ത് ചിന്നുവിന്റെ കുറച്ച് കമന്റ്സ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തന്നു പോവാണ്. ചിന്നു ആണെങ്കിൽ പിന്നെ ഇച്ചിരി വൃത്തിക്കൊക്കെ വന്ന് നിൽക്കുന്നില്ല, പിള്ളേർക്ക് ഡ്രസ്സിന്റെ യൂട്യൂബിനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ചിന്നുവിന്റെ ആണെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല പോലെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ ഇവിടെ നല്ലൊരു പുറത്ത് ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്നതാണെങ്കിലും ഇവിടെ വേറെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. മുമ്പ് ഡ്രസ്സ് ഇല്ലാത്ത ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ആവശ്യം തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊമോഷനായിട്ടൊക്കെ ഇഷ്ടംപോലെ കിട്ടി. ഇൻസ്റ്റയിലൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ പ്രൊമോഷൻ വന്നുകൊണ്ടിരുന്നത് ഒരു പ്രൊമോഷൻ വന്നിട്ട് ഒരു കൊളാബ് വന്നിട്ടൊക്കെ എത്ര നാളായി മാറി. കാരണം നമ്മൾ ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളെ പിന്നെ അപ്പം റീൽസ് ഒന്നും ചെയ്യില്ല. ഞാൻ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം അതൊന്നും ചെയ്യില്ല. അപ്പം ആരും കൊളാബൊന്നും കൊടുക്കില്ല. കാരണം ആക്റ്റീവ് അല്ലാത്തൊരു പേജിന് എന്തെങ്കിലും കൊളാബ് കൊടുക്കാന്ന് വിചാരിക്കും. ഒരു ഡ്രസ്സ് ആയാലും അല്ലാണ്ട് പിന്നെ ഇടില്ല, ഏതെങ്കിലും ആക്രി എടുത്തിട്ടുണ്ട് നിൽക്കും. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഞാൻ മിക്കപ്പോഴും ഈ ഒരു ഇതിലൊക്കെയാണ് പുറത്തൊക്കെ എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഇവിടെ പറയാം, നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ബ്ലോഗ് എടുക്കുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് ഇടാം. ഇപ്പോൾ മിക്ക ദിവസം ബ്ലോഗ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു വല്ലാത്ത പോകുന്നവർക്ക് എപ്പോഴെന്ന് പറയുന്ന അങ്ങനെ വരുന്നില്ലെങ്കിൽ ആ ഒരു ഗുഡ് ലുക്കിങ് നിൽക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാവർക്കും ഒരു ഭംഗി കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ പോലും ഞാൻ ഈ ഒരു ലുക്കിലാണ് എപ്പോഴും പോകുന്നത്. രാത്രി മാത്രമാണ് രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമാണ് പിന്നെ അങ്ങനെ എന്തിട്ട് പാടില്ലായിരുന്നു. അവിടെയും ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്നത് വല്ലാണ്ട് ആക്ഷേപിക്കുകയാണ്. ഡ്രസ്സിന് വൃത്തിയില്ല. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? അനുവിന്റെ ബാഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് ഞാൻ ഒരിക്കലും ആ കുട്ടീനെ ന്യായീകരിക്കുന്നതല്ല. ചിലപ്പോൾ കിച്ചണിൽ നിന്ന് നേരെ വന്ന് വീഡിയോയിൽ വന്ന് നിൽക്കുന്നതായിരിക്കാം, അനുവിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കാം. ഞാൻ പറയുന്നത് ഇപ്പോഴും ആ കുട്ടി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. അനു വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ അതിന് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനുള്ള ഒരു മെച്യൂരിറ്റി ആ കുട്ടിക്ക് ആയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ ഇവിടെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ശരിക്കും അനു ചെയ്തേക്കുന്നത് ഈ കുട്ടീനെ പബ്ലിക്കായി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞു, കടിച്ചു കയറിക്കോ, പ്രശ്നമില്ല, വൃത്തിയില്ല, പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യില്ല, ഒരു ബാക്ക് സപ്പോർട്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ കുട്ടിയുടെ സ്ഥാനത്ത് വേറെ ഏതൊരാളാണെങ്കിലും പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ പോകും, അതേ ചെയ്യുള്ളൂ. ഇന്നത്തെ കാലമാണ്. അതുകൊണ്ട് അനു സമയമുണ്ട് തിരുത്താൻ, ഇനിയും വൈകിട്ടില്ല, തിരുത്തുക. സ്വന്തം പാർട്ട്ണറുടെ കുറ്റങ്ങൾ പബ്ലിക്കിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കുക. എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ല. കുറ്റങ്ങളും കുറവുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞത് എനിക്കും ഉണ്ട് എന്ന് കരുതി എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ കുറ്റങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തന്നാൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാനിട്ടായിരിക്കും. പക്ഷേ എന്ന് കരുതിയിട്ട് വേറൊരാളെ കൊണ്ട് അവരെ ചീത്ത പറയിപ്പിക്കുന്നത് ശരിയല്ല. എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ. ഇപ്പോൾ അനുവിടെ ചെയ്തേക്കുന്നത് ആ പെൺകുട്ടിയെ പബ്ലിക്കിന് ഇട്ട് കൊടുത്തേക്കാണ്. വൃത്തിയില്ലാത്ത ഒരാളെന്ന് പറഞ്ഞിട്ടും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടും ഒക്കെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അനു സ്നേഹിച്ചിരുന്നപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. വൃത്തിയില്ലാന്നും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഡ്രസ്സിന് നീറ്റ്നെസ് ഉണ്ടാവില്ല എന്നും ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും. മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് ഒരു വിഷമം ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, ഉള്ളിനുള്ളിൽ തോന്നിയിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാര്യം ഒരാളുടെ മുന്നിൽ നിർത്തി പറയുന്നത് പോലെ തന്നെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഒരാളുടെ മുന്നിലല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലാണ് അനു ആ കുട്ടീനെ ഇട്ട് കൊടുത്തത്. ചെയ്യാൻ പാടില്ല. ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കുട്ടികളുമായിട്ട് മുന്നോട്ട് പോവുക. വന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി മൂവ് ഓൺ ചെയ്യുക. എല്ലാം ഒരു ദിവസം മാറും, മാറാണ്ടിരിക്കുന്നില്ല. ബൈ.